हेलो गाइस, आई एम महादेव। आई एम मनीषा। तो आज हम देखने वाले हैं दृश्यम 3 फिल्म को, जिस फिल्म को डायरेक्ट किया है जीतू जोसेफ ने और उसमें मेन रोल में है मोहन लाल एंड मीना। तो इस मूवी को देखने से पहले अगर आपने हमारा चैनल सब्सक्राइब नहीं किया है तो आप सब्सक्राइब कर सकते हैं और प्रेस द बेल आइकन बटन। तो चलिए देखते हैं इस फिल्म को। लेट्स वॉच। ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു ഐജിയുടെ മകനാണ് മരിച്ചത്. അവർ നമ്മുടെ കുടുംബം തകർക്കും. നമ്മളുടെ മോളുടെ ഭാവി. മോള് ജയിലിൽ പോകാനോ? ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴോ? ഈ സംഭവം പോലീസിന് തെളിയിക്കാൻ ഒരേ ഒരു തെളിവേ ഉള്ളൂ, നമ്മുടെ ഭയം. സാറ് ശ്രദ്ധിച്ചു, അവന്റെ ഉള്ളിൽ പേടിയുണ്ട്. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടെ ആയിരുന്നു? ഓഗസ്റ്റ് 2, 3 തീയതികൾ അയാൾ പുനരാവിഷ്കരിച്ചു. ഇതൊരു ഞാനിന്മേൽ കളിയാണ്. പരാജയപ്പെടാം, പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ എന്നതുപോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എന്റെ അതെവിടെയാണെന്ന് ഒന്ന് പറഞ്ഞോളൂ ജോർജുട്ടി. ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ആ ഓർമ്മകളിലേക്ക് വീണ്ടും സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംസാരിക്കണം. എനിക്ക് ഇനി ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. എന്തിനാ എന്റെ മകനെ കൊന്നത്? കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് സാർ ഞാൻ ഇതുവരെ ജീവിച്ചത്. ഞാൻ എല്ലാത്തിനും കാരണം. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ആ ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളുടെ മുന്നിൽ അയാൾക്ക് It's like a case that is closed, but will never close. ദൃശ്യം 3. മോൻ വിഷമിക്കരുത്, ഇതാണ് ശരി. നമ്മുടെ കുടുംബത്തിന് നന്ദി കൊടുക്കണം. ഇനി നീ ആ കുടുംബനാഥൻ അവനെ നോക്കണം. ये कहाँ जा रहा है? ये कोई नया कैरेक्टर लग रहा है। जेल तो नहीं जा रहा है? इस फिल्म में नई कहानी है सर कुछ। जिससे पहले वाली थी वो अजय देवगन वाली देखी थी मैंने। താങ്ക് യു. God bless. Thank you കേട്ടോ. താങ്ക് യു. പിന്നെന്താ? Thanks. സാർ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടല്ലോ. അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ആദ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? പുതുമുഖ ഡയറക്ടർ ആദ്യത്തെ പടം. ഈ റെസ്പോൺസ് എല്ലാം കണ്ടിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അതിലെല്ലാം ഉപരി ഒരു തുടക്കക്കാരനെന്ന നിലയ്ക്ക് എനിക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ അതിന്റെ നിർമ്മാതാവ് വിനയ് ചന്ദ്രൻ സാർ എന്താണ് പ്രീമിയറിന് വരാഞ്ഞത്? വിനയൻ സാറ് ചെന്നൈയിലാണ്, അവിടെ കാണുന്നതാണ് പറഞ്ഞത്. വിനയ് ചന്ദ്രനും പ്രൊഡ്യൂസർ ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും അത് സത്യമാവില്ല. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ പ്രൊഡ്യൂസറോട് ചോദിക്കണം. സാർ പ്രൊഡ്യൂസർ എവിടെ? എന്നാ പിന്നെ ഞാൻ അച്ഛനെ വിധിക്കണം. അങ്ങോട്ട് ചെന്നാൽ മതി. സാറേ കുറെ തിയേറ്ററിൽ നിന്ന് കോൾസ് വന്നു. അതെങ്ങനെ ആവും സാറേ? പടം സൂപ്പർ അല്ലേ? ഞാൻ ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോവാ. ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്കണം. ആ പിന്നെയും ബാക്കിയല്ല നല്ലായിരുന്നു. സൂപ്പർ. രാജ, ഞാൻ ഇവരെയും കൂട്ടി പുറകിൽ. ഞാൻ ന്യൂസ് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട്, ഉടനെ പോകണം. അല്ല സാർ ഇപ്പൊ വേണ്ട, എനിക്ക് വേണ്ടത് ഒരു ഫാമിലി ഇന്റർവ്യൂ ആണ്. നമുക്ക് പിന്നെ ആലോചിക്കാം. കേട്ടോ സാർ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ? ആ. ഈ സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് अच्छा इनकी फैमिली कहानी फिल्म में दिखा रखा है। അതുകൊണ്ട് അതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയായിരുന്നു സാർ. ഇതിലേക്ക് വന്ന് കയറി. ഒരു സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ എൻ്റെ കഥ തന്നെ സിനിമ അതൊരു ക്ലീഷേ സാധനമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതൊന്ന് മാറ്റി ചിന്തിച്ചു. ഒരു കുറ്റം ചെയ്യേണ്ടി വരുന്ന കുടുംബം കഥയിൽ അദ്ദേഹത്തിന് ഒരു പുതുമ തോന്നി. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടായത്. ഇപ്പം തന്നെ ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലൊരു ഗസ്റ്റ്. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? रिलीज
വെറും 2 ദിവസം മാത്രമായിരിക്കെ ഒട്ടേറെ പ്രേക്ഷകരുടെ ആവശ്യം മുന്നിൽ കണ്ട പല തിയേറ്ററുകളിലും ലേറ്റ് നൈറ്റ് ഷോകൾ കുടിച്ച് അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. മാരകം മാരകം അതിഗംഭീരം. ഇപ്പോഴത്തെ പ്രേക്ഷക പിന്തുണയും വൃത്തങ്ങൾ വിലയിരുത്തുന്നു. പുതുമുഖ സംവിധായകനായ അനീഷ് രാജ് സംവിധാനം ചെയ്ത കുടുംബ പശ്ചാത്തലം കുടുംബ പ്രേക്ഷകരടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും. എന്റെ പൊന്ന് ജേക്കബ് സാറേ, സാറിന് ഒരാഴ്ച किसी की फैमिली का नहीं थे ना ആ ക്യാപിറ്റൽ തിയേറ്ററുകാരൻ അങ്ങനെ പറയല്ലേ ജേക്കബ് സാറേ. ഡിസ്നി ഷോ എങ്കിലും കൊടുക്കട്ടെ. ഇങ്ങനെ കടും പിടുത്തം പിടിക്കില്ല സാറേ. അല്ല ഒന്ന് സഹേ ഞാൻ ഒന്നുകൂടെ സംസാരിക്കാം. ഡിസ്ട്രിബ്യൂട്ടർ എന്റെ തലക്കിട്ട് വെച്ചെന്നാ. പിന്നെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. എന്താ വേണ്ടേ? ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കൊടുക്കാം. അത് കളയണോ? നമ്മുടെ സിനിമയ്ക്ക് ഇത്രയും നല്ല റിപ്പോർട്ട് വരുമ്പോ ആ ഡിമാൻഡ് കൂടുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റീമേക്ക് ഷാഹിനോട് പറഞ്ഞാൽ മതി. റാണി ഞാൻ ഇറങ്ങുവാണേ. പറയാൻ വന്ന കാര്യം ചേട്ടൻ ഇനി ഇങ്ങോട്ട് വരണ്ട. മോളുടെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചോന്ന്. ചേട്ടൻ ചെല്ലേ. और इस तरह റാണി ഞാൻ ഇറങ്ങാം. അഞ്ജുന്റെ കല്യാണം ഒക്കെ ആയോ? ഇല്ല, അയാളെ ഒഴിവാക്കാൻ വേണ്ടി വെറുപ്പിച്ച് അതിനെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ ഓൺലൈൻ സൈറ്റ് ഒക്കെ ഇല്ലേ? അതും ശരിയാവുന്നില്ല. രാജാ നീ വണ്ടി എടുക്ക. ആ മത്തായിച്ചനെ മാത്രം വീട്ടിൽ കയറ്റിയാൽ മതി. അയാൾ കൊണ്ടുവരുന്നൊക്കെ നല്ല കേസുകളാണ്. അമ്മ वह एक ही बार में खा लिया. അല്ല വാ. कौन सा पानी भेजना है? വേറൊരു രീതിയിലുള്ള തോട്ട്സും വന്നില്ല അല്ലേ? ഇല്ല. വെരി ഗുഡ്, യു ആർ പെർഫെക്റ്റ്. എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ആവശ്യം വരുവാണെങ്കിൽ മാത്രം. ശരി ഡോക്ടർ, താങ്ക് യു. रिपोर्टर पीछे पड़ गए. कुछ और मकसद है इनका. ദൃശ്യം സിനിമ മിന്നും പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. പതിവിന് വിപരീതമായി സിനിമ കേരളത്തിന് പുറത്ത് റിലീസ് ചെയ്തിട്ടില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ജോജുട്ടി, ഹാപ്പി അല്ലേ? പിന്നെ നമുക്ക് ഔട്ട്സൈഡ് നമുക്ക് കൊടുക്കാം സാർ. അതാ നല്ലത്. അവരോട് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറയണം സാർ. ഞാൻ പറയാം. സാർ स्टेट से बाहर रिलीज करेंगे. നമുക്ക് ബാർഗെയിൻ ചെയ്യാം. സംഭവമൊക്കെ ശരിയാ, പക്ഷെ സാറെടുത്ത് ഭയങ്കര റിസ്ക്കാ. പടത്തിന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഒന്നും പറ്റില്ല, എനിക്ക് വിശ്വാസം. പുറത്തുനിന്നുള്ള കോളാണല്ലോ. हाय, कोई और कॉलर. ഹലോ. Hello, hi. Is it George Kuti? We would like to discuss the possibility of distributing our film Drishyam outside of India. How? No, you tell. Are you okay with profit sharing? Sir, no. Then offer. Okay, so shall I call you in the evening? No. Bye. ढंग से बात भी नहीं कर रहा. ഹായ്, എന്താണ് മാം? ഒന്ന് ഫേഷ്യൽ ചെയ്യണേ. വരൂ, ഇരിക്കൂ. ഡോക്ടർ, मुझे डॉक्टर से बात करने के लिए ഡോക്ടറിനെ जानबूझकर. ഓർക്കുന്നുണ്ടോ? അതെ. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പൊ വരുവേ. कोई जासूस लगती है നമ്മുടെ मुझे. നാട്ടിലെ അത്ര തന്നെ. ഞാൻ ആദ്യമായിട്ടല്ലേ സിനിമ ചെയ്യുന്നത്. ഇതൊക്കെ പഠിച്ചു. ഞാൻ ആദ്യം ഇതൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് വിളിക്കാം. फिर फोन. ഹലോ. എത്ര പോസ്റ്ററാന്ന് വെച്ചാൽ അടിച്ചോ? ഏതാ ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. എനിക്കതിന് താല്പര്യം കാണും. അതിന്റെ വേണ്ടി ശമ്പളം കൂട്ടാമല്ലോ. അങ്ങനെ മതി. അച്ഛൻ ഈയിടെയായിട്ട് ഞാൻ തുടച്ചോളാം. ജോർജ് കുട്ടി പുറത്തേക്ക് ചെല്ല്. മത്തായി ചേട്ടനെ लाइट बंद. മോളെ, അർജുനെ ഇഷ്ടമായിന്ന് അപ്പൊ തന്നെ പയ്യന്റെ അമ്മ എന്നോട് പറഞ്ഞതാ. പിന്നെ കേസിന്റെ കാര്യമെല്ലാം ഈ മാനസിക രോഗത്തിന്റെ ചികിത്സയിലാണെന്ന് അവരോട് ആരോ പറഞ്ഞത്രേ. अबे അയ്യോ അതങ്ങനെ എനിക്ക് മനസ്സിലാവും, പക്ഷെ അവരോട് പറഞ്ഞവർ ഇതൊന്നും ആയിരിക്കില്ല പറഞ്ഞേക്കുന്നേ. ജോർജ് കുട്ടി, നമുക്ക് വേണമെങ്കിൽ ആ സൈക്കോ നല്ലൊരു കേസായിരുന്നേ. അല്ല रुपए देने के लिए. ആയിക്കോട്ടെ, ഞാൻ അത് സൂചിപ്പിക്കാം. പിന്നെ
ഡൗറി പ്രതീക്ഷിച്ച് വരുന്നവരെ ചേച്ചിക്ക് വേണ്ടാന്ന് ചേച്ചി ആദ്യമേ പറഞ്ഞല്ലേ? ഇത് ഡൗറി അല്ല മോളെ, ഷെയറാ. കുറെ കാശ് കൊടുത്ത് എങ്ങനെയെങ്കിലും ചേച്ചിയെ കെട്ടിച്ചു വിടാനൊന്നുമല്ല ഞങ്ങളുടെ പ്ലാൻ. ഇപ്പൊ വന്നിരിക്കൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ സാധാരണ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് ഞങ്ങളും ചിന്തിച്ചുള്ളൂ. വേണ്ട, മോള് പറഞ്ഞത് ശരിയാണ്. ജോർജുട്ടി, മോള് പറഞ്ഞതിലും കാര്യം നീ വിഷമിക്കണ്ട. टेंशन में